നമ്മൾ ഇന്ന് ഹൗ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് അഥവാ ക്വസ്റ്റ്യൻ ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൗ എന്ന് പറയുന്നത് എങ്ങനെ എന്ന അർത്ഥമുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഹൗവിന് എങ്ങനെയെന്ന് മാത്രമല്ല നമുക്ക് എത്ര എന്നുള്ളൊരു അർത്ഥവും കൂടി ഹൗവിനുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര നേരം, എത്ര ദൂരം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എങ്ങനെയാണ് ഹൗ ഉപയോഗിച്ച് പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമാണ് എത്ര ദൂരം. എത്ര ദൂരം എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് പറയാം ഹൗ ഫാർ. ഹൗ ഫാർ. ഫോർ എക്സാമ്പിൾ, ഹൗ ഫാർ ഇസ് ദി ഹോസ്പിറ്റൽ അഥവാ ഹൗ ഫാർ ഇസ് ദി ഹോസ്പിറ്റൽ ഫ്രം യുവർ ഹൗസ് എന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എത്ര ദൂരം, ഹൗ ഫാർ. ഇനി രണ്ടാമത്തേതാണ് എത്ര നേരം. എത്ര നേരം എന്നുള്ളതിനെ നമുക്ക് ഹൗ ലോങ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നീ എത്ര നേരം വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ നീ എത്ര നേരം കാത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര നേരം എന്നുള്ളതിന് നമുക്ക് ഹൗ ലോങ് എന്ന് യൂസ് ചെയ്യാം. ഇനി ഹൗ ലോങ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നേരം മാത്രമല്ല എത്ര നീളം എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇപ്പോൾ ഈ ഡ്രസ്സിന് എത്ര നീളം ഉണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ, ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് ഈ ഹൗ ലോങ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹൗ ലോങ് ഇസ് ദിസ് ഡ്രസ്, അതായത് ഈ ഡ്രസ്സിന് എത്ര നീളമുണ്ട് എന്ന് ചോദിക്കാനും നമുക്ക് ഹൗ ലോങ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് എപ്പോഴൊക്കെ എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഹൗ കൊണ്ടിട്ട് ഹൗ ഓഫൺ എന്ന് ചോദിക്കാം. ഓക്കെ, സോ ഹൗ വെച്ച് ഹൗ ഓഫൺ എന്ന് നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ മൂവീസ് എന്ന് ഞാൻ ചോദിച്ചാൽ നീ എപ്പോഴൊക്കെയാണ് സിനിമയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ സിനിമ കാണാൻ നീ എപ്പോഴൊക്കെയാണ് പോവാറ് എന്നുള്ളൊരു മീനിങ് ആണ് ഹൗ ഓഫൺ, അതായത് എപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തതാണ് എത്ര എണ്ണം. ഓക്കെ, ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതിന് നമുക്ക് ഹൗ മെനി എന്ന് ചോദിക്കാം. ഹൗ മെനി. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്, നിൻ്റെ കയ്യിൽ എത്ര ബുക്സ് ഉണ്ട്. ഓക്കെ, നിൻ്റെ കയ്യിൽ എത്ര ബുക്സ് ഉണ്ട് എന്ന് ചോദിക്കാൻ ഹൗ മെനി എന്ന് യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഈ അളവിനെ കാണിക്കാൻ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹൗ മെനി എന്ന് പറയുന്നത് നമുക്കൊരു കണക്ക് പറയാം അല്ലേ, കൗണ്ടബിൾ ആണ് എത്ര എണ്ണം എന്നുള്ളത്. എന്നാൽ ഇതൊരു അളവാണെങ്കിലോ, അതായത് ഇപ്പോൾ പൈസയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ഇപ്പം ഷുഗർ, മധുരം, അങ്ങനത്തെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൗ മച്ച് എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് ഷുഗർ വുഡ് യു ലൈക്ക്. ഹൗ മച്ച് ഷുഗർ വുഡ് യു ലൈക്ക്. അത് കാരണം ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റില്ല. ഹൗ മെനി ഷുഗർ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. 1 ഷുഗർ 2 ഷുഗർ എന്നൊന്നും നമ്മൾ പറയത്തില്ല, ഒരളവാണ് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഹൗ മച്ച് എന്ന് യൂസ് ചെയ്യാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഹൗ മെനി എന്ന് ചോദിക്കുന്നത് എത്ര എണ്ണമെന്നും, ഒരു അളവാണെങ്കിൽ നമുക്ക് ഹൗ മച്ച് എന്നും നമുക്ക് ചോദിക്കാം. അപ്പം ഹൗ മച്ചിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഹൗ മച്ച് ഷുഗർ വുഡ് യു ലൈക്ക്, എത്രത്തോളം മധുരം വേണം. ഓക്കെ, എന്നുള്ളതാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അർത്ഥം. അടുത്തതാണ് നമ്മൾ ചോദിക്കില്ലേ എത്ര പ്രാവശ്യം എന്ന്. എത്ര പ്രാവശ്യം എന്നുള്ളതിന് നമുക്ക് ഹൗ മെനി ടൈംസ് എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ടൈംസ് ഡിഡ് യു വാച്ച് ദിസ് മൂവി, നീ എത്ര പ്രാവശ്യം ഈ സിനിമ കണ്ടു എന്ന് ചോദിക്കാനും നമുക്ക് ഹൗ മെനി ടൈംസ്, അതായത് എത്ര പ്രാവശ്യം എന്ന് പറയാൻ നമുക്ക് ഹൗ മെനി ടൈംസ് എന്ന് യൂസ് ചെയ്യാം. ഇനി അടുത്തത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ ചോദിക്കില്ലേ, അതിന് നമുക്ക് ഹൗ ഡിഫിക്കൾട്ട് എന്ന് ചോദിക്കാം. ഹൗ ഡിഫിക്കൾട്ട്. ഫോർ എക്സാമ്പിൾ, ഹൗ ഡിഫിക്കൾട്ട് വാസ് യുവർ എക്സാം. ഓക്കെ, നിൻ്റെ എക്സാം എത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൗ ഡിഫിക്കൾട്ട് എന്നുള്ളത് യൂസ് ചെയ്യാം. ഇനി അടുത്തത് എത്ര വലുതായിരുന്നു അല്ലെങ്കിൽ എത്ര വലുത് എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് പറയാം? ഹൗ ബിഗ് എന്ന് ചോദിച്ചാൽ മതി. സിമ്പിൾ ആണല്ലേ, ഹൗ ബിഗ്. ഫോർ എക്സാമ്പിൾ, ഹൗ ബിഗ് ഈസ് യുവർ ഹൗസ്. ഓക്കെ, നിൻ്റെ വീടിന് എത്ര വലിപ്പമുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി ഈ ഹൗ ബിഗ് എന്നുള്ളത്, ബിഗ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് നമുക്ക് പല വേർഡ്സ് അവിടെ യൂസ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് ഹൗ ടോൾ ഇസ് ദിസ് ബിൽഡിംഗ് എന്ന് ചോദിക്കാം. അതായത് ആ ഒരു ഹൈറ്റിനെയാണ് അവിടെ പറയുന്നത്, ഹൗ ടോൾ എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ ആഴം അതാണെങ്കിൽ ഹൗ ഡീപ്പ് എന്ന് ചോദിക്കാം. ഇനിയിപ്പം ഇത്തിരി എത്രത്തോളം ശക്തിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഹൗ സ്ട്രോങ് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ പല വേരിയേഷൻസ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചോദിക്കില്ലേ എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് എന്നൊക്കെ ചോദിക്കില്ലേ, അതിന് നമുക്ക് ഹൗ ഫാസ്റ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, ഹൗ ഫാസ്റ്റ്. ഫോർ എക്സാമ്പിൾ,
ഹൗ ഫാസ്റ്റ് ക്യാൻ യു ഡ്രൈവ്, അതായത് എത്ര വേഗത്തിൽ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൗ ഫാസ്റ്റ് എത്ര വേഗം അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് എന്നുള്ള അർത്ഥമൊക്കെയാണ് ഹൗ ഫാസ്റ്റിനുള്ളത്. അപ്പം ഇതെല്ലാമാണ് ഹൗ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച്. ഓക്കെ, ഇനിയും ഒത്തിരി വേർഡ്സ് നമുക്ക് ഹൗ വെച്ച് ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കാം. എന്നാലും നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ഹൗ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ ഉറപ്പായി അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനൊന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക്. Till then, this is Krishna Ramesh signing off from English Mithra. Thank you. English Mithra. Stop worrying, start learning.